നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കലുഷിതമായി തൊടുപുഴ നഗരസഭാ കൗൺസിൽ യോഗം. വെൽനസ് സെന്റർ സംബന്ധിച്ച അജണ്ട മാറ്റിവെച്ചെങ്കിലും കൗൺസിൽ ഹാളിന് പുറത്ത് CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണവും നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അവാർഡ് വിതരണം നിർവഹിച്ചു. വനം വകുപ്പിന്റെ അനാസ്ഥയിൽ സർക്കാരിന് കോടികളുടെ നഷ്ടം. വനസമ്പത്തുകൾ യഥാസമയം വിനിയോഗിക്കാതെയാണ് കോടികൾ നശിപ്പിക്കുന്നത്. വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ നിർമ്മിച്ച ഭീമൻ കിണർ നികത്തി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇനിയും നടപ്പിലായില്ല. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി കോതമംഗലം രൂപതാതല ഉദ്ഘാടനം വെളിയച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. DFC രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കലുഷിതമായി തൊടുപുഴ നഗരസഭാ കൗൺസിൽ യോഗം. കൗൺസിൽ അംഗീകരിച്ച് DCPക്ക് അയച്ച പ്രോജക്ടുകൾ നടപ്പിലാക്കരുതെന്ന് ഒരു കൗൺസിലർ പ്ലാനിംഗ് ഓഫീസർക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചതും പഴുക്കാക്കുളത്ത് ആരംഭിക്കാനിരുന്ന വെൽനസ് സെന്റർ കുന്നത്ത് താൽക്കാലികമായി ആരംഭിക്കുവാൻ അജണ്ട വെച്ചതും കൗൺസിലിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. വെൽനസ് സെന്റർ സംബന്ധിച്ച അജണ്ട മാറ്റിവെച്ചെങ്കിലും കൗൺസിൽ ഹാളിന് പുറത്ത് CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. തൊടുപുഴ നഗരസഭയിലെ പ്രവർത്തനം വീണ്ടും അവതാളത്തിലായിരിക്കുകയാണ്. കൗൺസിൽ അംഗീകരിച്ച ശേഷം DPCയുടെ അംഗീകാരത്തിനായി അയച്ച പ്രോജക്ട് നടപ്പിലാക്കാതിരിക്കുവാൻ കൗൺസിലിൽ തന്നെ ശ്രമം നടക്കുന്നുവെന്നാണ് ആരോപണം. പ്രോജക്ടിനെതിരെ ഒരു കൗൺസിലർ പ്ലാനിംഗ് ഓഫീസർക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചുവെന്നും അതിനാൽ പ്രോജക്ട് പാസ്സായിട്ടില്ല എന്നുമാണ് ആരോപണം. സംഭവം കൗൺസിൽ മീറ്റിൽ ബഹളത്തിന് കാരണമായി. ഏത് വ്യക്തിയുടെ ഭാഗത്താണ് ഏതൊരു ചിന്താഗതിയുടെ ഭാഗത്താണ് ഉണ്ടാകാൻ പാടില്ല. ടീം വർക്കാണ് നമുക്ക് നടക്കേണ്ടത്. അല്ലാതെ ബഹുമാനപ്പെട്ട ചെയർമാൻ കൂടിയായിരുന്നു തൊടുപുഴ നഗരസഭയിൽ കാര്യം നടക്കുകയില്ല. ഇവിടെ നമ്മൾ 35 പേരും കൂടെ ഒറ്റക്കെട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രോജക്റ്റിനും സമയത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ആരുടെ ഭാഗത്തുണ്ടായാലും ഗുരുതരമായ വീഴ്ചയാണ്. അങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തതെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കണം. തുടർന്ന് അജണ്ടയനുസരിച്ച് യോഗം പുരോഗമിച്ചുവെങ്കിലും നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന BEd കോളേജിന് വാടക കരാർ പുതുക്കി നൽകുന്നതിൽ കൗൺസിലിൽ എതിരഭിപ്രായമുണ്ടായി. കെട്ടിടം കുടുംബശ്രീക്ക് നൽകുവാൻ മുൻ കൗൺസിലിൽ തീരുമാനമെടുത്തതാണെന്നും അതിനാൽ പുതുക്കി നൽകേണ്ട എന്ന് മുൻ ചെയർപേഴ്സൺ സബീന ബിഞ്ചു വിയോജിപ്പ് അറിയിച്ചു. എന്നാൽ പുതുക്കി നൽകാതിരുന്നാൽ BEd കോളേജിന്റെ അഫിലിയേഷനെ ബാധിക്കുകയും വിദ്യാർത്ഥികളുടെ പഠനത്തിന് തടസ്സമുണ്ടാകുമെന്നും അത് ഒഴിവാക്കുവാൻ വാടക കരാർ പുതുക്കി നൽകാമെന്ന് ഒരു വിഭാഗം കൗൺസിലർമാർ നിലപാട് സ്വീകരിച്ചു. ഇടതുപക്ഷ കൗൺസിലർമാർ സബീന ബിജുവിന്റെ നിലപാടിനൊപ്പം നിന്നതിനെ തുടർന്ന് വോട്ടിനിടുകയും ഭൂരിപക്ഷം അഭിപ്രായം മാനിച്ച് വാടക കരാർ പുതുക്കി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് വെൽനസ് സെന്റർ കുന്നത്ത് താൽക്കാലികമായി ആരംഭിക്കുന്നത് സംബന്ധിച്ച് വെച്ച അജണ്ടയിൽ പ്രതിഷേധമുണ്ടാക്കുകയും അജണ്ട മാറ്റിവെക്കുകയും ചെയ്തു. എന്നാൽ കൗൺസിൽ ഹാളിന് പുറത്ത് CPM പ്രവർത്തകർ പ്രതിഷേധിച്ചത് സംഘർഷത്തിനിടയാക്കി. കൗൺസിൽ മീറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുവാൻ കൗൺസിലർമാരെ CPM പ്രവർത്തകർ അനുവദിച്ചില്ല. കയ്യേറ്റ ശ്രമം പോലീസ് തടയുകയും ചെയ്തിരുന്നു. അജണ്ട മാറ്റിവെച്ചുവെന്ന് സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. പ്രശ്നങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചെയർമാൻ പ്രതികരിച്ചു. രാഷ്ട്രീയം കലർത്തി ഒരു സമരം ചെയ്യാനും ഇവിടെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ടൊന്നും നമുക്കതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പൊതുസമൂഹം ഇതെല്ലാം വളരെ കൃത്യമായി വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതാരുടെയും ഒരു താല്പര്യമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ആണ് കുന്നത്ത്
ടൗണിൽ തന്നെ അതിനൊരു പരിഗണന കൊടുത്തിട്ടുണ്ട്. ആ പരിഗണന ഇതിനു മുമ്പ് ആരും എതിർത്തതല്ല. സനീഷ് ജോർജ് ചെയർമാനായിരുന്ന സമയത്ത് അദ്ദേഹം LDF-നെ പ്രതിനിധീകരിച്ച് ചെയർമാനായിരുന്ന ആളാണ്. അന്ന് ഇവർക്ക് ആർക്കും സമരം ചെയ്യേണ്ട, അന്ന് ഇവരാരും സമരത്തിന്റെ രംഗത്ത് ഇറങ്ങിയിട്ടില്ല, ഇതിനെ എതിർത്തിട്ടുമില്ല. അതിനുശേഷം സബീന വന്ന് ചെയർപേഴ്സണായി വന്നതിന് ശേഷവും ഇതിന്റെ നടപടിക്രമങ്ങൾ കാര്യങ്ങളായി മുമ്പോട്ട് പോയി. അപ്പോഴും ഒന്നും ആർക്കും എതിർപ്പില്ല. HMC കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ തന്നെ തുടരുന്നതിനും അതിനു വേണ്ടിയുള്ള എക്യുപ്മെന്റ്സും മെഡിസിൻ അടക്കമുള്ളത് വാങ്ങുന്നതിനും ഒക്കെ തീരുമാനമുള്ളതാണ്. ഇത് രഹസ്യമായി ആരുടെയെങ്കിലും തീരുമാനമോ ചെയർമാന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലർമാരുടെയോ ഒരു തീരുമാനമല്ല. കൗൺസിൽ ഒന്നടക്കം എടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കുക എന്നത് ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ ഒരു ബാധ്യത കൂടിയാണ്. ആ കാര്യത്തിലാണ് നമ്മൾ തീരുമാനിച്ചതും മുമ്പോട്ട് പോയതും. അതാണ് ഇന്നിവിടെ നടന്ന കാര്യം. അല്ലാതെ ഇത് ആരെയും ഇതില് നമ്മൾ ഒഴിവാക്കി നിർത്താനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അത് വേണ്ട എന്നുള്ള തീരുമാനമല്ല എടുത്തത്. വെൽനസ് സെന്ററിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ഒഴിവാക്കി വാടക കെട്ടിടത്തിലേക്ക് വെൽനസ് സെന്റർ മാറ്റിയാൽ നഗരസഭയ്ക്ക് 25 ലക്ഷം രൂപയിലധികം നഷ്ടമുണ്ടാകുമെന്നും അമിത വാടക നൽകേണ്ടി വരുന്ന വാടക കെട്ടിടത്തിലേക്ക് വെൽനസ് സെന്റർ മാറ്റുന്നത് അഴിമതിയാണെന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫൈസൽ ആരോപിച്ചു. പടിക്കാപ്പുറത്ത് സ്വന്തം സ്ഥലത്ത് 26 ലക്ഷം രൂപ മുടക്കി മുനിസിപ്പാലിറ്റി പണിത ബിൽഡിങ്ങിനകത്താണ് സാമാന്യമായും വരേണ്ടതെന്ന മുൻ കൗൺസിൽ തീരുമാനം. ഇവിടെ സനീഷ് ചെയർമാനായിരുന്ന ഘട്ടത്തിൽ എടുത്ത തീരുമാനം. അതിനുശേഷം സബീന ബിന്ദു ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ അധിക തുക നൽകി 26 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ച വെൽനസ് സെന്റർ വേണ്ടി നിർമ്മിച്ച പഴുക്കാക്കുളത്തെ ബിൽഡിങ്ങിനകത്ത് വരണമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യമുള്ള നിലപാട്. അതിന് മാറ്റം വരുത്താനും അഴിമതിയിലൂടെ അതിനകത്ത് വലിയ തിരിമറി നടന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഇവിടെ നിലവിൽ കോൺഗ്രസ് നേതാവിൻ്റെ പെട്രോൾ പമ്പിൽ അടിച്ചുകൊണ്ടിരുന്ന ബില്ലെല്ലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ബിൽഡിംഗ് ഓണറുടെ പെട്രോൾ പമ്പിലോട്ട് മാറുകയും ആ ബിൽഡിംഗ് ഉടമയ്ക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറിൽ കൊടുക്കുകയും 6 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്യാൻ അദ്ദേഹം ഒരു കോൺട്രാക്ടർ കൂടിയാണ്. അദ്ദേഹം തന്നെയാണ് ഇതിന് കോൺട്രാക്ട് വിളിച്ചിരിക്കുന്നത്. ബിൽഡിംഗ് ഓണർ തന്നെയാണ് ആ നിലവിൽ 6 ലക്ഷം രൂപയുടെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് എന്നുള്ളതും വിചിത്രമായ സംഗതിയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വത്തിൽ ഇത്തരമൊരു സമരപരിപാടി സംഘടിപ്പിച്ച് ഇനിയും ഇതിലുള്ള ശ്രമം തുടർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് മൂലക്കുളം പ്രദേശത്തെ എല്ലാ വാർഡിലെയും ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ആ സമര പരിപാടികളായിട്ട് തുറന്നു പോകുന്ന തരത്തിൽ യാതൊരു പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണവും നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോ നൽകി. പ്രതിഭാ സംഗമം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷൻ പല്ലാരിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ 2025 പ്രതിഭാ സംഗമവും അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. അടിവാട് വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ പ്രതിഭാ സംഗമത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും മൊമന്റോയും വിതരണം ചെയ്തു. പല്ലാരിക്കൂട്ടം പ്രസിഡന്റ് അലി കുഞ്ഞു മുറിയോടി അധ്യക്ഷത വഹിച്ചു. പ്രതിഭാ സംഗമം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. 9 വർഷക്കാലം എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ കേരള പിറവിക്ക് ശേഷം ഇങ്ങോട്ടുള്ള നമ്മുടെ നാടിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇത്രയേറെ പ്രതിസന്ധി നേരിട്ട മറ്റൊരു കാലം ഉണ്ടായിട്ടുണ്ടാവും. 2018 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കേരള പിറവിക്ക് ശേഷമുള്ള ഒട്ടേറെ വർഷങ്ങൾ കടന്നുപോയപ്പോഴും കഴിഞ്ഞ 8-9 വർഷക്കാലം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഒട്ടേറെ പ്രായമെത്തിയവർ മുതിർന്നവരുണ്ട്, കൊച്ചുകുട്ടികളടക്കം പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യ അനുഭവങ്ങളായിരുന്നു 100 വർഷം കഴിഞ്ഞുള്ള ഒരു പ്രളയം, മഹാപ്രളയം, പിന്നീട് വന്ന വെള്ളപ്പൊക്കം, ഓഖി, അതോടൊപ്പം തന്നെ നിപ്പ, പിന്നീട് കോവിഡിന്റെ വലിയ പ്രതിസന്ധി ലോകത്താകെ എന്ന പോലെ തന്നെ നമ്മുടെ നാടിനകത്ത് വലിയ പ്രതിസന്ധിയാണ് കോവിഡ് സൃഷ്ടിച്ചത്. അതിന്റെ തുടർച്ചയിലാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം വയനാട്ടിൽ കേരളവും രാജ്യവും ഒക്കെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ നമ്മൾ നേരിടുകയുണ്ടായി. പിടവൂർ സ്വദേശി നിയാസ് ചികിത്സാ സഹായനിധി ആന്റണി ജോൺ MLAക്ക് കൈമാറി. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾക്കുള്ള സ്കൂൾ ബാഗ് വിതരണവും ആന്റണി ജോൺ MLA നിർവഹിച്ചു. പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ, പല്ലാരിമംഗലം VHSC HM സജിമോൻ PM, മാവുടി സർക്കാർ LP സ്കൂൾ HM PK ഐഷ, വാളാച്ചിറ LP സ്കൂൾ HM മുജീബ റഹ്മാൻ, ഷൗക്കത്ത് MB, ഷമീർ മെയ്ദീൻ, അൽത്താഫ് മടിയൂർ, നിഷാദ് അടിവാൾ, റഷീദ്
പെരുമ്പുചാലി, സലീം മുഞ്ചക്കൻ, റാഫി മടിയൂർ, ബാവ മുറിയോടി, അലി ചുള്ളി, റഫീഖ് പുള്ളിച്ചാലി എന്നിവർ സംസാരിച്ചു. പല്ലാരിക്കുട്ടം സെക്രട്ടറി അലിയാർ കീപ്പുറം സ്വാഗതവും ട്രഷറർ കാസിം മുകളിൽ നന്ദിയും പറഞ്ഞു. പ്രവാസികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ആ സംഘടന തുടങ്ങിയത്. സൗദി അറേബ്യയിലെ ദമാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ചെറുപ്പക്കാരുടെ വളരെ സിദ്ധാന്തമായ പരിശ്രമം കൊണ്ടാണ് ആ സംഘടന രൂപപ്പെട്ടത്. അതിനുശേഷം അത് വളർന്ന് പന്തലിച്ച് ഇന്ന് 2025 എത്തുമ്പോൾ 400-ലേറെ മെമ്പേഴ്സുള്ള വളരെ ബൃഹത്തായ ഒരു പ്രവാസി സംഘടനയാണ് പല്ലാരിക്കുട്ടം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ സഹായ സഹകരണങ്ങൾ, സാമൂഹിക സേവനങ്ങൾ പല്ലാരിക്കുട്ടം നിർവഹിക്കുന്നുണ്ട്. ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. പ്രത്യേകിച്ച് കച്ചവട താല്പര്യങ്ങളോ പരസ്യങ്ങളോ ഒന്നും പല്ലാരിക്കുട്ടത്തിനൊരു ആഗ്രഹമോ അല്ലെങ്കിൽ ടാർജറ്റോ അല്ല. പക്ഷേ നമ്മുടെ പ്രവാസികളെയും നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന പല്ലാരിക്കുട്ടത്തെ സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അത് ഇത്രമാത്രം വിജയത്തിലെത്താനുള്ള ഏറ്റവും പ്രധാനമായ കാര്യം പ്രവാസികളുടെ കൈയഴിഞ്ഞ സഹായവും നാട്ടിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ടുമാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വനം വകുപ്പിന്റെ അനാസ്ഥയിൽ സർക്കാരിന് കോടികളുടെ നഷ്ടം. വനസമ്പത്തുകൾ യഥാസമയം വിനിയോഗിക്കാതെയാണ് കോടികൾ നശിപ്പിക്കുന്നത്. പെരിഞ്ചാംകുട്ടി ഇല്ലി പ്ലാന്റേഷനിലാണ് വനംവകുപ്പിന്റെ അനാസ്ഥയാൽ സർക്കാരിന് കോടികൾ നഷ്ടമുണ്ടായത്. വെള്ളൂർ പേപ്പർ മില്ലിലേക്ക് എത്തിക്കേണ്ടിയിരുന്ന ഇല്ലിക്കൂട്ടങ്ങളാണ് അധികൃതരുടെ അനാസ്ഥയിൽ നശിച്ചത്. ഇടുക്കി ജില്ലയിൽ വാത്തിക്കുടി, കൊന്നത്തടി പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പെരിഞ്ചാംകുട്ടിയിൽ 750 ഹെക്ടർ റവന്യൂ ഭൂമിയാണ് ഉള്ളത്. ഇവിടെയാകട്ടെ ഇല്ലി, തേക്ക് പ്ലാന്റേഷനുമാണ്. ഭൂമി റവന്യൂ വകുപ്പിന്റെ എങ്കിലും മേൽനോട്ട ചുമതല സംസ്ഥാന വനം വകുപ്പിനാണ്. പെരിഞ്ചാംകുട്ടി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന്റെ കീഴിലാണ് ഇവിടെ ഉള്ളതും. സംസ്ഥാനത്തെ പേപ്പർ മില്ലുകളിലേക്ക് ആവശ്യത്തിനായിട്ടാണ് ഇവിടെ ഇല്ലി നട്ട് പരിപാലിച്ചത്. ഇത് 31 മുറയ്ക്ക് മുറിച്ചെടുത്ത് പേപ്പർ മില്ലുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. 20 വർഷം മുൻപ് ഇവിടെ നിന്നും ഇല്ലി മുറിച്ചു മാറ്റിയിരുന്നു. എന്നാൽ തുടർന്നിങ്ങോട്ട് സംരക്ഷകരായ വനം വകുപ്പിന്റെ അനാസ്ഥയിൽ ഒരു ചുവട് ഇല്ലി പോലും പേപ്പർ മില്ലിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ല. കൊന്നത്തടി, വാത്തിക്കുടി പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയായ പെരിഞ്ചാംകുട്ടിയിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്ന, അതായത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ ഇപ്പോൾ അവിടെ പ്ലാന്റേഷനിലുള്ള തേക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇല്ലി എല്ലാം ഗവൺമെൻറ്റിൻ്റെ പേപ്പർ മില്ലുകളിലേക്ക് എത്തിച്ച് അവിടെ നടത്തേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ വനവകുപ്പിൻ്റെ അനാസ്ഥ മൂലം സമയബന്ധിതമായി ഇത് വെട്ടിമാറ്റുന്നതിനോ ഗവൺമെൻറ് ലയിപ്പിക്കുന്നതിനോ തയ്യാറായിട്ടില്ല. ഈ അനാസ്ഥ മൂലം ഗവൺമെൻറ്റിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേലിൽ ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ച് അതിന് നഷ്ടപരിഹാരം അവരിൽ നിന്ന് ഈടാക്കാനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇല്ലി മൂപ്പത്തിയ മുറയ്ക്ക് ഇത് മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ കഴിയാത്തതിനാൽ ഭൂരിഭാഗം ഇല്ലിയും പൂത്ത ശേഷം കരിഞ്ഞുണങ്ങിപ്പോയി. ആദിവാസികൾ കുറച്ചിടങ്ങളിൽ നിന്നും മുളയരി ശേഖരിക്കുകയും ചെയ്തതൊഴിച്ചാൽ 1 രൂപ പോലും ഗുണകരമാക്കി മാറ്റുവാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. യഥാസമയം ഇല്ലി മുറിച്ചെടുക്കാതെ വന്നതോടുകൂടി കോടികളുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നത് വ്യക്തം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പേരന്വർത്ഥമാക്കി പാലങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ് ഇടുക്കിയിലെ തൂക്കുപാലം. ഓരോ വ്യാപാര സ്ഥാപനത്തിന് മുൻപിലും പാലമുള്ള നാട്. റോഡ് നിർമ്മാണത്തിന് പിന്നാലെ ഓട നിർമ്മാണവും അനന്തമായി ഇഴഞ്ഞു നീങ്ങുന്നതാണ് നാടിനെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നത്. കമ്പംമെട്ട്, രാമക്കൽമേട്, വണ്ണപ്പുറം റോഡിന്റെ ഭാഗമായി തൂക്കുപാലം ടൗണിലെ 1 കിലോമീറ്ററോളം വരുന്ന റോഡ് നിർമ്മാണം കഴിഞ്ഞ ഓണക്കാലത്താണ് ആരംഭിച്ചത്. മാസങ്ങളോളം ടൗണിലെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓടയുടെ നിർമ്മാണവും ആരംഭിച്ചതോടെ നാട്ടുകാർ വൻ പ്രതിസന്ധിയിലായി. ഏതാനും ആഴ്ചകൾ കൊണ്ട് തീരേണ്ട ജോലികളാണ് മാസങ്ങളായിട്ടും എങ്ങും എത്താത്തത്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപഭോക്താക്കൾ എത്തണമെങ്കിൽ നൂൽപാലത്തിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ.
കടകളിലേക്ക് ആളുകൾക്കെത്താൻ ബുദ്ധിമുട്ടായതോടെ മേഖലയിലെ വ്യാപാരവും ഗണ്യമായി കുറഞ്ഞു. വ്യാപാരികൾ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ തൂക്കുപാലത്തെ 1 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ താമസിച്ചുകൊണ്ടാണ്. കാരണം ഈ ഒരു വർഷമായി ഇവിടുത്തെ വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യാപാര സ്ഥാപനങ്ങളിലും വ്യാപാരമില്ല. ഒരു വണ്ടിയുമായി ഒരാൾ വന്ന് ഒരു കടകളിൽ കയറണമെങ്കിൽ ഇവിടെ നിന്നും ഒറ്റ കടകളിൽ പോലും കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം ഇതിന് അടിയന്തിരമായി ഒരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഓടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൻ്റെ ഒരു ഭാഗം കുഴിച്ചിട്ട ശേഷം അത് പൂർത്തീകരിക്കാതെ അതിൻ്റെ മറുഭാഗവും കുഴിച്ചിട്ടിട്ട് ഇത് 2 ഭാഗത്തിലും പണികൾ വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിലും കടയുടെ ഫ്രണ്ടിൽ വെള്ളക്കെട്ടാണ്. അവിടെയൊക്കെ ഈ മഴക്കാലമായ ശേഷം വെള്ളം കെട്ടിക്കിടന്ന് തന്നെ പലവിധ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ തൂക്കുപാലത്തെ ഈ ഓട നിർമ്മാണവും റോഡ് നിർമ്മാണവും അടിയന്തിരമായി പരിഹരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതി എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓട്ടോ ടാക്സി തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളും വൻ പ്രതിസന്ധിയിലാണ്. മുൻപ് മെച്ചപ്പെട്ട വീതി ഉണ്ടായിരുന്ന റോഡിന് പുതിയ നിർമ്മാണത്തോടെ വീതി കുറഞ്ഞെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നാമമാത്ര ജോലിക്കാർ മാത്രമാണ് നിലവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉള്ളത്. മഴ ശക്തമാകുന്നതോടെ കടകളിൽ കയറാൻ പോലും ആവാത്ത സാഹചര്യം ഉണ്ടാകും. വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ നിർമ്മിച്ച ഭീമൻ കിണർ നികത്തി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇനിയും നടപ്പിലായില്ല. ആനച്ചാൽ ചിത്തിരപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ആയിഷയും കുടുംബവുമായിരുന്നു കിണർ നിർമ്മിച്ചതിനെതിരെ പരാതിയുമായി രംഗത്തു വന്നിരുന്നത്. കിണർ നിർമ്മാണം ആയിഷയുടെ വീടിന് ഭീഷണിയും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതാണെന്നും കണ്ടെത്തിയതോടെയാണ് മുമ്പ് കിണർ നികത്തി തൽസ്ഥിതിയിലാക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടത്. മാസങ്ങൾ പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെ 15 ദിവസത്തിനകം കിണർ തൽസ്ഥിതിയിലാക്കണമെന്ന് ജില്ലാ ഭരണകൂടം വീണ്ടും ഉത്തരവിട്ടിരിക്കുകയാണ്. ഉണ്ടാകാനിടയുള്ള വലിയൊരു ദുരന്തത്തെ മുമ്പിൽ കണ്ടാണ് ആനച്ചാൽ ചിത്തിരപുരം സ്വദേശിയായ ആയിഷയും കുടുംബവും മുന്നോട്ടു പോകുന്നത്. തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കിണർ നിർമ്മിച്ചതോടെയായിരുന്നു ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത്. ഈ വിഷയത്തിൽ മാസങ്ങൾക്ക് മുൻപ് ആയിഷയ്ക്കും കുടുംബത്തിനും ആശ്വാസമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായി. കിണർ നിർമ്മാണം കുടുംബത്തിന് ഭീഷണിയാണെന്നും അപകട സാധ്യത നിലനിൽക്കുന്നുവെന്നും കണ്ടെത്തിയതോടെ കിണർ നികത്തി തൽസ്ഥിതിയിലാക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു. എന്നാൽ നാളിതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പിലായില്ല. മാസങ്ങൾ പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെ 15 ദിവസത്തിനകം കിണർ തൽസ്ഥിതിയിലാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് വീണ്ടും ഉണ്ടായിട്ടുള്ളതായി കുടുംബം പറയുന്നു. ബിച്ചൂസ് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ മൂന്നാർ പാലസ് റിസോർട്ടിലേക്ക് വെള്ളം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് അനധികൃതമായ രീതിയിൽ ഇവർ ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു വലിയ കിണർ പോലെ വലിയൊരു കുളം കുഴിച്ച് ഞങ്ങളുടെ വീട് അപകടത്തിലാക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ വർഷം അതിന് ഞങ്ങൾക്ക് അനുകൂലമായി ഇത് കിണർ മൂടണം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കുകയും അന്ന് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അയക്കുകയും കാര്യങ്ങളും അതിൻ്റെ തുടർ നടപടികളും കാര്യങ്ങളും ചെയ്തു വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ റിസോർട്ട് ഉടമകൾ ഹൈക്കോടതിയിൽ പോയി അത് ജസ്റ്റ് അതിനെതിരെ സ്റ്റേ എടുക്കാൻ വേണ്ടിയിട്ട് അവരത് കൊടുക്കുകയുണ്ടായി. അവരത് ആ കേസ് അത് ഓരോ ദിവസവും കേസ് മാറ്റി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടർ ഈ കഴിഞ്ഞ റെഡ് അലർട്ട് സമയത്ത് പുതിയൊരു ഉത്തരവ് ഇറക്കുകയും 15 ദിവസത്തിനുള്ളിൽ കിണർ മൂടി ക്ലിയർ ചെയ്യണമെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും അത് ചെയ്യാത്ത പക്ഷം പഞ്ചായത്തിനോട് 15 ദിവസത്തിന് ശേഷം അത് ചെയ്യുകയും അതിൽ വരുന്ന എക്സ്പെൻസ് അവരിൽ നിന്ന് RR ചെയ്ത് എടുക്കണമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങളെ ഈ ഒരു അപകടഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിനായി ഞങ്ങളെ സഹായിച്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വളരെയധികം നന്ദിയുണ്ട്. വീടിനോട് ചേർന്ന ഭീമൻ കിണർ നിർമ്മിച്ചതോടെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത രൂപം കൊള്ളുകയായിരുന്നു. കിണറിന് വലിയ താഴ്ചയുണ്ട്. അപകടാവസ്ഥയിലുള്ള വീട് ഉപേക്ഷിച്ച് പോകുക എന്നതായിരുന്നു ഐഷയുടെയും കുടുംബത്തിൻ്റെയും മുമ്പിലുണ്ടായിരുന്ന പോംവഴി. ഇതിനെ തുടർന്നാണ് ഇവർ പരാതി നൽകിയത്. ഈ പരാതിയിലാണ് കുടുംബത്തിന് ആശ്വാസം നൽകി കിണർ നികത്തി അപകട സാധ്യത ഒഴിവാക്കി നൽകണമെന്ന മുൻപ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായത്. ഈ ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെയാണ് വീണ്ടും കുടുംബത്തിന് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി കോതമംഗലം രൂപതാതല ഉദ്ഘാടനം വെളിയച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. DFC രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ പിച്ചാപ്പിള്ളി അധ്യക്ഷത വഹിച്ചു.
പത്രങ്ങൾ സ്പോൺസർ ചെയ്ത ആന്റണി കുര്യാക്കോസ് ഓലിയപ്പുറം പത്രത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി കോതമംഗലം രൂപതാതല ഉദ്ഘാടനം വെളിയേച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ DFC രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ പിച്ചാപ്പള്ളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പത്രങ്ങൾ സ്പോൺസർ ചെയ്ത ആന്റണി കുര്യാക്കോസ് ഒലിയപ്പുറം പത്രത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംസാരം ശ്രേഷ്ഠമാണെങ്കിൽ വ്യക്തിത്വം ശുദ്ധമായിരിക്കും. സംസാരം വായിൽ നിന്ന് പുറപ്പെടുന്നത് വേറെ സാധനങ്ങളാണെങ്കിലോ ഇവരെവിടുന്ന വരണം ചോദിക്കും. അപ്പോ നമ്മുടെ ഭാഷാ പദ്ധതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഭാഷ, ശുദ്ധ ഭാഷ പഠിപ്പിക്കുക. അതിന് പത്രം വായിക്കണം. ഞാൻ ടീച്ചേഴ്സിനോടൊരു ടാസ്ക് നിങ്ങൾക്ക് നാളെ ഈ മാസം മുതൽ ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ സ്കൂളിൽ ചെയ്തൊരു പദ്ധതി ഇതാണ്. ദീപിക എല്ലാ ക്ലാസ്സിലും വരുന്നുണ്ടല്ലോ, എല്ലാ ക്ലാസ് 10 ഇന്ന് നാളെ മുതൽ ദീപിക വായിച്ച് അതിലെ മെയിൻ വാർത്തകൾ, അതായത് GK ഉണ്ട് അതിനകത്ത്. ചില ഇപ്പൊ അച്ഛൻ ചോദിച്ചില്ലേ TN ശേഷൻ ആരാണെന്ന്, രാജു നാരായണസ്വാമി ആരാണെന്ന്, ഇതുപോലെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ പേരുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദീപികയിൽ വരും. അത് ഞാൻ എൻ്റെ സ്കൂളിൽ ചെയ്തത് അവിടുത്തെ ലൈബ്രറിയനോട് ദീപിക എല്ലാ ദിവസത്തെയും നോട്ട് എഴുതിയെടുക്കാൻ. അതായത് ആ ദീപികയിൽ GK ക്വസ്റ്റ്യൻ ആൻസർ, ഒരു മാസത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഒരു 10-15 ക്വസ്റ്റ്യൻ, അത്രയും മതി, 10-15 ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആ മാസം അവസാനത്തെ ദിവസം ക്വിസ് കോമ്പറ്റീഷൻ നടത്തും. ആ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയതിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കും. പ്രധാന അധ്യാപകൻ ഫാദർ ജേക്കബ് വടക്കുംപറമ്പിൽ, DFC രൂപത പ്രസിഡന്റ് ഡിഗോൾ K. ജോർജ്, ജനറൽ സെക്രട്ടറി ജോർജ് മങ്ങാട്ട്, ദീപിക സർക്കുലേഷൻ മാനേജർ ജോഷി കുര്യൻ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജെർമി ജോസഫ്, സ്റ്റാഫ് പ്രതിനിധി ആൻമേരി റോയ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നമ്മുടെ തൊടുപുഴയിൽ ഫ്ലിപ്സ് ആൻഡ് സ്ലിപ്പേഴ്സ് മോഡൽ ചെരുപ്പുകൾക്ക് മാത്രമായി ഒരു ഷോറൂം ഒരുങ്ങുന്നു. തൊടുപുഴ മാതാ ഷോപ്പിംഗ് കോംപ്ലക്സിന് എതിർവശം അറ്റ്ലസ് ആർക്കേഡിൽ ബുധനാഴ്ച ആരംഭിക്കുന്ന അറ്റ്ലസ് ബൈ ഷോറൂമിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിക്കും. 99 രൂപയ്ക്ക് ഫ്ലിപ്സ് ആൻഡ് സ്ലിപ്പേഴ്സ് മോഡലിന്റെ വലിയ കളക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ദിനത്തിൽ ആദ്യം പർച്ചേസ് ചെയ്യുന്ന 250 ഉപഭോക്താക്കൾക്കായി 1 രൂപയ്ക്ക് ചെരുപ്പുകൾ നൽകുന്നു. ഉദ്ഘാടന വേളയിലും തുടർന്നും സഹകരണം വേണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ക്രോക്സിനും ഫ്ലിപ്സിനും മാത്രമായി ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ് ഓപ്പൺ ആവുന്നു. മാതാ ഷോപ്പിംഗ് കോംപ്ലക്സിന് എതിർവശമുള്ള അറ്റ്ലസ് ആർക്കേഡിലാണ് അറ്റ്ലസ് ബൈ ഓപ്പൺ ആവുന്നത്. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ആയിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടന വേളയിലും തുടർന്നും നിങ്ങളെ എല്ലാവരെയും അറ്റ്ലസ് ബൈയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർഷകർക്ക് സഹായവുമായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന മലയോരത്തെ കർഷകന്റെ വാഴവിത്തുകട. സൗജന്യമായി വാഴവിത്തുകൾ നൽകുന്ന പദ്ധതിക്ക് കടയിൽ തുടക്കമായി. മുമ്പും വാഴവിത്തു കടയിൽ നിന്നും സൗജന്യമായി വിത്തുകൾ നൽകിയിട്ടുണ്ട്.
ആവശ്യമുള്ളവർ തൊടുപുഴ KSRTC ഡിപ്പോയ്ക്ക് സമീപമുള്ള മലയോര കർഷകന്റെ വാഴവിത്തു കടയുമായി ബന്ധപ്പെടുക. കാളിയാർ എസ്റ്റേറ്റ് റോഡ് കാട് മൂടിയിട്ടും കണ്ണടച്ച് അധികൃതർ. കൊടുംവളവുകൾ നിറഞ്ഞ ഈ റൂട്ടിൽ ദിശാ ബോർഡുകളും റിഫ്ലക്ടറുകളും അടക്കം കാട് മൂടിയിരിക്കുന്നത് വാഹനയാത്രക്കാർക്ക് ഏറെ പ്രതിസന്ധിയായിരിക്കുകയാണ്. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ കാളിയാർ എസ്റ്റേറ്റ് റോഡിന് ഇരുവശവും കാട് മൂടിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അനങ്ങാപ്പാറ നയം തുടർന്ന് അധികൃതർ. കൊടുംവളവുകൾ നിറഞ്ഞ ഇവിടെ ദിശാ ബോർഡുകളും റിഫ്ലക്ടറുകളും അടക്കം കാട് മൂടിയിരിക്കുന്നത് വാഹനയാത്രക്കാർക്ക് ഏറെ പ്രതിസന്ധിയായിരിക്കുകയാണ്. കൂടാതെ വളവുകളിൽ ഒരാൾ പൊക്കത്തിൽ വരെ കാട് വളർന്നു നിൽക്കുന്നത് മൂലം ഡ്രൈവർമാർക്ക് എതിരെ വരുന്ന വാഹനങ്ങളുടെ കാഴ്ച തടസ്സപ്പെടുന്നതിനും കാരണമാകുന്നു. കോടിക്കുളം പഞ്ചായത്തിലെ 3-ാം വാർഡിലൂടെ കടന്നുപോകുന്ന ഇവിടെ പാതയോരം വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തും എസ്റ്റേറ്റുമായി തർക്കം തുടരുകയാണ് ജില്ലാ പഞ്ചായത്തുകൾ. എല്ലാ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാതയോരങ്ങൾ വൃത്തിയാക്കിയപ്പോഴും എസ്റ്റേറ്റ് റോഡിന്റെ കാര്യത്തിൽ പഞ്ചായത്തിന്റെയും മെമ്പറുടെയും അനാസ്ഥ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ വണ്ണപ്പുറം. അറക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സർപ്പ പുനഃപ്രതിഷ്ഠ വാർഷിക ദിനാചരണം നടത്തി. തന്ത്രി മുഖ്യൻ പുതുക്കുളം വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂജകൾക്കു ശേഷം സർപ്പത്തറ പുനർനിർമ്മാണത്തിന് മാർഗദർശിയായി നിന്ന വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. ക്ഷേത്രം മേൽശാന്തി രൂപേഷ് തിരുമേനിക്ക് യാത്രയയപ്പും നൽകി. കാർമ്മികത്വം വഹിച്ചു. പൂജകൾക്ക് ശേഷം സർപ്പത്തറ പുനർനിർമ്മാണത്തിന് മാർഗദർശിയായി നിന്ന വ്യക്തികളെ ആദരിച്ചു. ക്ഷേത്രത്തിൽ നിന്നും മാറിപ്പോകുന്ന മേൽശാന്തി രൂപേഷ് തിരുമേനിക്ക് യാത്രയയപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ അറക്കുളം. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ +1 ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ക്ലമന്റ് കൊടകലിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി ജോൺ മുഖ്യ പ്രഭാഷണം നടത്തി. കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ +1 ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോട് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ക്ലമന്റ് കൊടകലിൽ ഉദ്ഘാടനം ചെയ്തു. Our parents are also actively part of this program.
though they have a busy schedule with regard to their daily business, but today they have come over here because they also know that it is an important day. And we are very much happy about the results that we had this year. Our 10 and plus students had a wonderful performance and had a good result. And I congratulate everyone, especially many of our students are present here of 10th class last year. And for their wonderful performance and their great victory, I congratulate. Let's clap for them. സൈക്കോളജി വിദഗ്ധൻ ഡോക്ടർ ഫിലിപ്പ് എബ്രഹാം മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. Mahatma Gandhi, who else? Swami Vivekananda, Mother Teresa, even Lionel Messi. But I think he did bring Sachin Tendulkar. All others he has brought out. Now I don't have anyone. But even when my dear lovely students' parents, this morning is a special day. As Father CB was telling, the other day it was very colorful because the small buds, they made the decorations of people. They came with the different colors of dress, and they were just like birds chirping. They were laughing, crying, etc. They made the whole in a different ambience. Now I see that very calm and quiet, very young buds sitting in front of me. സുന്ദരന്മാരും സുന്ദരികളുമായ നല്ല മിടുക്കികൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അവരെക്കാൾ മിടുക്കരായിട്ട് പേരൻസ് ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ നന്നേ സന്തോഷമാണ്. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഡിനോ വാഴച്ചാലിൽ ആശംസകൾ നേർന്നു. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് മാതാപിതാക്കൾക്കുമായി ക്ലാസ് നടത്തി. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പീരുമേട് ലാഡ്രം എസ്റ്റേറ്റ് ലക്ഷ്മി ഡിവിഷനിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് IDF-ന്റെ നേതൃത്വത്തിൽ പീരുമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. IDF സംസ്ഥാന മോഡറേറ്റർ കല്ലറ ശശീന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പീരുമേട് ലാഡ്രം എസ്റ്റേറ്റ് ലക്ഷ്മി ഡിവിഷനിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് IDF-ന്റെ നേതൃത്വത്തിൽ പീരുമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പീരുമേട് താലൂക്കിലെ ലാഡ്രം എസ്റ്റേറ്റ് ലക്ഷ്മി ഡിവിഷനിലെ തെപ്പക്കുളം ഭാഗത്ത് സർക്കാർ മിച്ചഭൂമിയിൽ അധിവസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങളുടെ വീടുകളും കൃഷികളും നശിപ്പിക്കുകയും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് IDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് ഡിവൈഎസ്പിയുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പീരുമേട് ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡിവൈഎസ്പി കാര്യാലയത്തിലേക്കുള്ള പാതയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ IDF ജില്ലാ പ്രസിഡന്റ് പൊടിയൻ ആനിക്കൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി ജില്ലാ സെക്രട്ടറി വിജയൻ ചുട്ടിപ്പാറ ധർണയിൽ പങ്കെടുത്ത നേതാക്കൾക്കും പ്രവർത്തകർക്കും സ്വാഗതം ആശംസിച്ചു. IDF സംസ്ഥാന പ്രസിഡന്റ് P ഷൺമുഖൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ഭൂമി പാട്ടത്തിനെടുത്ത ഞങ്ങളുടെ കസ്റ്റഡിയിരിക്കുന്ന ഈ മിച്ചഭൂമി എസ്റ്റേറ്റ് ഉടമയ്ക്ക് അല്ല അതിന്റെ മാനേജിന് എന്ത് അധികാരമാണോ മിച്ചഭൂമിയിൽ ഇവർക്കുള്ളത്? അവരെ ഓരോ പ്രവർത്തകരെയും അവിടെ നിന്ന് വെല്ലുവിളിക്കുക. ജൂൺ 2-ാം തീയതി സ്കൂൾ തുറന്നപ്പോ കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അവിടെ ഒരു വേലി കെട്ടി. IDF സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ PA ദാമോദരൻ, ഓമന തങ്കച്ചൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി പാണ്ടിമാക്കൽ, മോഡറേറ്റർ കല്ലറ ശശീന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MS തങ്കപ്പൻ, ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി മത്തായി വാഗമൺ, BSP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു മറ്റപ്പള്ളി തുടങ്ങിയവർ ധർണയിൽ പ്രസംഗിച്ചു. BBC ന്യൂസ്, പീരുമേട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കലുഷിതമായി തൊടുപുഴ നഗരസഭാ കൗൺസിൽ യോഗം. വെൽനസ് സെന്റർ സംബന്ധിച്ച അജണ്ട മാറ്റിവെച്ചെങ്കിലും കൗൺസിൽ ഹാളിന് പുറത്ത് CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണവും നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അവാർഡ് വിതരണം നിർവഹിച്ചു. വനം വകുപ്പിന്റെ അനാസ്ഥയിൽ സർക്കാരിന് കോടികളുടെ നഷ്ടം. വനസമ്പത്തുകൾ യഥാസമയം വിനിയോഗിക്കാതെയാണ് കോടികൾ നശിപ്പിക്കുന്നത്. വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ നിർമ്മിച്ച ഭീമൻ കിണർ നികത്തി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇനിയും നടപ്പിലായില്ല. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി കോതമംഗലം രൂപതാതല ഉദ്ഘാടനം വെളിയച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. DFC രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.